സോണിയ. ഹംബിൾ ബീസിലെ ഒരു ബി. ഞാൻ സ്മോൻ. ഈ നേരത്തെ പറഞ്ഞില്ലേ ഹംബിൾ ബീസിലെ രണ്ടാമത്തെ ബി ഞാനാണ്. മറ്റേ സ്ഥലം മനസ്സിലായില്ലേ? ഞാൻ തന്നെ കൊച്ചുമോൻ, ഞാൻ തന്നെ കുഞ്ഞ്. നമ്മളിപ്പോ എവിടെ പോണേ? ഞാൻ സ്കോട്ട്ലൻഡ് പോവാ. സ്കോട്ട്ലൻഡ്. ഓക്കെ, സ്കോട്ട്ലൻഡ് ഞാൻ പോണേ. ഞാൻ വണ്ടി ഓടിക്കാൻ പോകും. നമ്മളിപ്പം NC500 എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എന്തൊട്ട് NC500? എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും NC500 പോണ ആൾക്കാർ എന്തിനാണ് ട്രെയിനിന്. ഞങ്ങൾ പോയി കഴിഞ്ഞപ്പം ഇവിടെ നമുക്കൊരു വണ്ടി ബുക്ക് ചെയ്യണമെങ്കിൽ ഏകദേശം 2 മണി കഴിഞ്ഞിട്ടാണ് നമുക്ക് അവർ ഡെലിവറി തരത്തുള്ളൂ. അതുപോലെ നമ്മൾ തിരിച്ചെത്തിക്കുമ്പോൾ 10 മണിക്ക്, അതായത് 8 10 ഇടയിൽ തിരിച്ചു കൊടുക്കാൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് 2 days കൂടി നമുക്ക് ലീവ് എടുക്കേണ്ടി വരും. അത് കിട്ടാത്ത കാരണം നീ ഇത് കൊളാക്കാൻ അറിയിക്കണം. അത് കിട്ടാത്ത കാരണം നമ്മൾ എന്ത് ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഡിൻബർഗിൽ നിന്ന് തന്നെ കാരവാൻ ബുക്ക് ചെയ്തേക്കാണ്. നമുക്ക് അവിടെ തന്നെ തിരിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ലണ്ടൻ ടു ഞങ്ങൾ താമസിക്കുന്നത് ലണ്ടനിലാണ്. സോ ഇവിടെ നിന്ന് നമുക്ക് എഡിൻബർഗ് വരെയുള്ള ട്രെയിനിൻ്റെ അകത്ത് പിന്നീട് നമ്മൾ NC500 നമ്മളൊരു കാരവാൻ ബുക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്തായിരിക്കും. കാർമേഘം, വെയിൽ, സൂര്യൻ, കൊടുങ്കാറ്റ്. എവിടെ കാറ്റ്? അല്ല, മറ്റേ പുറത്ത് കാറ്റ്. DLR ജോലിക്ക് പോകാറില്ല. കുന്ന്, അല്ല, മോട്ടക്കുന്ന്, പാടം. എഡിൻബർഗിൽ വേവ്ലി റെയിൽവേ സ്റ്റേഷൻ. എങ്ങടേക്ക് പോണേ? ഇങ്ങോട്ട് വാ. ഇപ്പോഴേക്കല്ല എക്സിറ്റ്. ഇത് നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷൻ പുറത്തിറങ്ങി. നമ്മളിപ്പോ ഇവിടുന്ന് നേരെ നമ്മുടെ കാരവാൻ ബുക്ക് ചെയ്ത സ്ഥലത്തോട്ട്. എനിക്ക് വിശക്കണു എന്ന ഭാഗത്തേക്ക് വാ. പെട്ടെന്ന് സമ്മതിച്ച എനിക്ക് വിശക്കുന്നുണ്ട്. ഓ എന്റെ യായ. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. ഏതാണ്ട് ഇപ്പം നമ്മളിപ്പോൾ എക്സിറ്റ് അടിക്കാറായി. ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിനിടയിൽ പറ്റിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയായിരുന്നു. അതിനിടയിൽ ഈ ഫോണും കാര്യങ്ങളൊന്നും എടുത്തുകൊണ്ട് ഇതിൻ്റെ ചുറ്റും നടക്കാനോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അത് കാരണം ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പിന്നെ നേരെ ലീഡിൽ പോയി കുറച്ച് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ മേടിച്ചു, നേരെ പാക്ക് ചെയ്തു, തിരിച്ചു പോകുന്നു. അത്യാവശ്യം പുതിയ വണ്ടിയാണ്. ഏകദേശം ഒരു 11,700 കിലോമീറ്റർ ആവണുള്ളൂ നമ്മുടെ ഈ വണ്ടി. ഫോർഡിൻ്റെയാണ്. ഇവിടെ സ്പീഡ് ക്യാമറകളെക്കാളും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആവറേജ് സ്പീഡ് ക്യാമറകളാണ്. അതുകൊണ്ട് തന്നെ ക്യാമറ ഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേഗത കുറച്ച് രക്ഷപ്പെടാമെന്നുള്ള പരിപാടി ഇവിടെ നടക്കത്തില്ല. നമ്മുടെ ആദ്യത്തെ ബുക്കിംഗ് വന്നേക്കുന്നത് ഇൻവെർണസിലാണ്. പക്ഷേ നമ്മളിപ്പം ഏകദേശം ഇവിടെ 160 മൈൽ ദൂരമുണ്ട്. എങ്ങനെ വന്നാലും രാത്രി 8 മണിക്ക് എത്തുള്ളൂ. അത് ഈ കാലാവസ്ഥയുടെ ബേസിലാണ്. നമ്മൾ നേരത്തെ വണ്ടി എടുത്ത് പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഇന്ന് തന്നെ നമ്മൾ ഇൻവെർണസ് കാസിൽ പറ്റുമെങ്കിൽ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇപ്പം എങ്ങും പോകാൻ പറ്റില്ല. നമുക്ക് സമയത്ത് പോലും ഈ എത്താൻ പറ്റുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. സോ ഞങ്ങൾ ഡയറക്റ്റായിട്ട് ഇൻവെർണസിലെ കാരവാൻ സൈറ്റിലോട്ട് പോവാണ്. ഞങ്ങൾ ഫസ്റ്റ് സ്റ്റേ ഇൻവെർണസിലാണ്. സോ ഇൻവെർണസിൽ ഞങ്ങളെത്തി. ഞങ്ങൾ ആക്ച്വലി ഭയങ്കര ലേറ്റായിട്ടാണ് ഇവിടെ വന്നത്. ഞങ്ങൾക്ക് റിസപ്ഷനിൽ ആളൊന്നും ഉണ്ടായില്ല. പക്ഷേ ആൾ ഏൽപ്പിച്ച് കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പം അത് കാരണം കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ
കിടക്കാമെന്ന് വിചാരിക്കുന്നു, കാരണം നല്ല ടയർഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യുമായിരുന്നു. നൈറ്റ് വ്യൂ എങ്ങനെയാണ്. ഞാൻ ആക്ച്വലി ബുക്ക് ചെയ്തിരുന്ന ഒരു കാരവാനല്ല എനിക്ക് കിട്ടിയത്. അത്യാവശ്യം നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പക്ഷെ 1 2 3 4 5 6 പിന്നെ കുറച്ചും കൂടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരുന്നത് എനിക്ക് തോന്നുന്നു 2 ബെഡാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇവിടെയും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 1 2 3 4 ഇത് ടോയ്ലറ്റാണ്, വാഷ്റൂമാണ്, നമ്മുടെ കിച്ചണും കാര്യങ്ങളും. ഇത് കുക്കിംഗ് കഴിഞ്ഞതിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നത്. പിന്നെ ഈ ടോയ്ലറ്റ്, ഷവറും ഫ്ലഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഡൈനിങ്ങിന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്യാബിൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എൻ്റെ കൂട്ടത്തിൽ. ഇത് നമുക്ക് വേണമെങ്കിൽ എനിക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു 1 ബെഡ് ആക്കാം. പിന്നെ എൻ്റെ കൂട്ടത്തിൽ ഒരു ബെഡും കൂടി ഉണ്ടെന്നല്ലോ. നമുക്കൊരു ടിവിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡ്രൈവേഴ്സ് ക്യാബിനാണ് ഈ കാണുന്നത്. ഒരു ഡബിൾ ബെഡും കൂടി ഉണ്ട് ഈ മുകളിൽ, ഇതും കൂടി വരുന്നുണ്ട്.